നമ്മൾ ടാലിയിൽ വൗച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പേയ്മെന്റ് വൗച്ചർ, റിസീപ്റ്റ് വൗച്ചർ, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, പർച്ചേസ്, സെയിൽസ്, പിന്നെ കോൺട്രാ വൗച്ചർ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാമ്പിൾസ് എടുത്ത് നമ്മൾ ചെയ്ത് നോക്കിയത്. അപ്പം നമ്മളൊരു ഫുൾ പ്രോബ്ലം ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: Enter the following transactions in appropriate vouchers and display ledger account. നമുക്ക് കുറേ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ള വൗച്ചറിൽ എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോർജ്, എത്ര രൂപയ്ക്കാണ്? 15,000 രൂപയ്ക്ക്. സോൾഡ് ഗുഡ്സ് ടു അനിൽ, RS 8,000. ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു SBI for 5,000. പെയ്ഡ് റെന്റ്, RS 2,500. Received cash from Anil. Paid cash to George. Purchased furniture from Louis and Sons. Returned goods to George. Goods returned by Anil. Received commission, RS 2,000. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളോട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണ്. ടാലിയിൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ ആയിട്ട് ട്രാൻസാക്ഷൻസ് തരും. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ, കുറച്ച് ട്രാൻസാക്ഷൻസ് നിങ്ങളുടെ കയ്യിൽ തരികയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ആ ടേബിളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അക്കൗണ്ട്സ് നമ്മൾ ആദ്യമേ തന്നെ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അക്കൗണ്ട്സ് എഴുതുക, ഓരോ ട്രാൻസാക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്കൗണ്ട്സ് എഴുതുക. അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ലെഡ്ജർ ആണോ എന്നുള്ളത് എഴുതുക. എമൗണ്ട് എഴുതുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടെ എഴുതി വെക്കണം, ഏത് വൗച്ചറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ എഴുതണം. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. സാധാരണ ഇത്തരം നമ്മൾ എഴുതുന്നതാണ്. ബാക്കി അതിൻ്റെ കൂടെ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, ഏത് വൗച്ചറാണ് എൻ്റർ ചെയ്യേണ്ടതെന്നും കൂടി എഴുതി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ക്രിയേറ്റ് എ ന്യൂ കമ്പനി വിത്ത് യുവർ ഓൺ ഡീറ്റെയിൽസ്. ഞാനിവിടെ ഒരു കമ്പനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് കമ്പനി പുതിയത് ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പനി സെലക്ട് ചെയ്യാം. ഇവിടെ KPN പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ഞാൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയിട്ട് ലെഡ്ജേഴ്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അല്ലാതെ വേറെ ലെഡ്ജേഴ്സ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ദ റിക്വയർഡ് ലെഡ്ജർ അക്കൗണ്ട്സ്, എൻ്റർ വൗച്ചേഴ്സ്. ആവശ്യമുള്ള അക്കൗണ്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വൗച്ചർ എൻ്റർ ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ വൗച്ചർ എൻ്റർ ചെയ്യുന്ന അതിനോടൊപ്പം തന്നെ ലെഡ്ജേഴ്സും കൂടി ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ഒന്ന്, ഈ അക്കൗണ്ട്സ് മുഴുവൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, വൗച്ചർ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്ത് പോവുക. അപ്പം നമ്മൾ രണ്ടാമത്തെ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോർജ്. ജോർജിന്റെ അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തു. എത്ര രൂപയ്ക്കാണ്? 15,000 രൂപയ്ക്കാണ്. അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഓക്കെ, ക്രെഡിറ്റ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ അക്കൗണ്ട്സ് ആയിരിക്കും വേണ്ടത്? പർച്ചേസ് എന്നൊരു അക്കൗണ്ടും വേണം, ജോർജ് എന്നുള്ളൊരു അക്കൗണ്ടും വേണം. ജോർജ് ഏത് അക്കൗണ്ടിൽ വരുന്നതാണ്? സൺട്രി ക്രെഡിറ്റർ ആയിട്ട് വരും. അപ്പം നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വൗച്ചർ ക്രിയേഷൻ സ്ക്രീനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇത് പേയ്മെന്റ് വൗച്ചർ ആണ്. നമുക്ക് ആവശ്യം പർച്ചേസ് വൗച്ചർ ആണ്. ഞാൻ F9 പ്രസ് ചെയ്തിട്ട് പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ സ്ക്രീൻ നോക്കിയാൽ മനസ്സിലാവും, ഇത് ഇൻവോയ്സ് മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് അതിനെ എന്താക്കി മാറ്റാം? വൗച്ചർ മോഡിൽ എൻ്റർ ചെയ്യാം. ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആസ് വൗച്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് പർച്ചേസ് വൗച്ചർ വന്നിട്ടുണ്ട്. സപ്ലയർ ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാവുന്നതാണ്. 01 എൻ്റർ ചെയ്യാണ്. അടുത്തത് ചോദിക്കുന്നത് ഡേറ്റ് ഫീൽഡ് ആണ്. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് ക്രെഡിറ്റ് ഡെബിറ്റ് ഫീൽഡ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാകും അക്കൗണ്ട്സ് ഇൻവോൾവ്. ക്രെഡിറ്റ് ലെഡ്ജറിന്റെ സ്ഥലത്ത് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ജോർജ് എന്നുള്ള അക്കൗണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ജോർജ് എന്നുള്ള അക്കൗണ്ട് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നോക്കിയാൽ മനസ്സിലാവും. ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ ക്യാഷ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജോർജ് എന്നുള്ള അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ Alt+C പ്രസ് ചെയ്യുക. Alt+C പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ജോർജ് എന്നുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. അത് ഏതിൻ്റെ കീഴിലാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ്.
സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ മെയിലിംഗ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിലിംഗ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. സ്റ്റേറ്റ് കേരള ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിൻകോഡ് കൊടുക്കാം. ദെൻ ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ജോർജ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി എമൗണ്ട് ടൈപ്പ് ചെയ്യുക. എമൗണ്ട് എത്രയാണ്? 15,000 ആണ്. 15,000 എന്ന് എൻ്റർ ചെയ്തു. ഇനി അടുത്ത ഏതാണ്? പർച്ചേസ് അക്കൗണ്ട് ആണ്. പക്ഷേ പർച്ചേസ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതും ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് പർച്ചേസ് എന്നുള്ള അക്കൗണ്ട് ആണ്. അത് ഇതിന്റെ കീഴിലായിരിക്കും, പർച്ചേസ് അക്കൗണ്ട്സിന്റെ കീഴിലായിരിക്കും. അക്സെപ്റ്റ് ചെയ്തു. രണ്ട് കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമ്മൾ പർച്ചേസ് വൗച്ചറിലേക്കാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് ഫീൽഡിൽ ജോർജ് എന്നുള്ള അക്കൗണ്ടും ഡെബിറ്റ് ഫീൽഡിൽ പർച്ചേസ് എന്നുള്ള അക്കൗണ്ടും നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ നരേഷൻ കൊടുക്കുക, ദെൻ അക്സെപ്റ്റ് ചെയ്യുക. അടുത്തത് നമ്മുടെ ട്രാൻസാക്ഷൻ ഏതാണ്? സോൾഡ് ഗുഡ്സ് ടു അനിൽ. എത്ര രൂപയാണ്? RS 8,000. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രാൻസാക്ഷൻ നമുക്ക് എൻ്റർ ചെയ്യാം. അത് എൻ്റർ ചെയ്യേണ്ടത് ഏത് വൗച്ചറിലാണ്? സെയിൽസ് വൗച്ചറിലാണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സെയിൽസ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ്? അനിൽ സെയിൽസ് എന്നുള്ള അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അനിൽ എന്നുള്ളത് ഏതാണ്? സൺഡ്രി ഡെബിറ്റർ ആണ്. അപ്പൊ അത് നമുക്ക് എൻ്റർ ചെയ്യാം. സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യുക. സെയിൽസ് വൗച്ചർ നമുക്ക് ഇവിടെ നിന്ന് ഈ ബട്ടൺ പാനലിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ F8 എന്നുള്ള കീ പ്രസ് ചെയ്യാം. ഇപ്പൊ സെയിൽസ് വൗച്ചർ കിട്ടിയിട്ടുണ്ട്. അതും ഏത് മോഡിൽ തന്നെയാണ്? ഇൻവോയ്സ് മോഡിലാണ് കിടക്കുന്നത്. അത് നമുക്ക് വൗച്ചർ മോഡിലേക്ക് മാറ്റാം. ഇനി അതിനൊരു റെഫറൻസ് നമ്പർ കൊടുക്കുക. 201 എന്നുള്ള റെഫറൻസ് നമ്പർ കൊടുത്തു. ദെൻ ഏതൊക്കെയാണ്? ഡെബിറ്റ് ഫീൽഡിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? അനിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ അക്കൗണ്ട് ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് അനിൽ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാം. അതിന് Alt+C ആണ് പ്രസ് ചെയ്യേണ്ടത്. Alt+C പ്രസ് ചെയ്തപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. അനിൽ എന്നുള്ളത് എൻ്റർ ചെയ്തു. ഇനി ഇവിടെ ഏതാണ്? അനിൽ സൺഡ്രി ഡെബിറ്റർ ആണ്. സൺഡ്രി ഡെബിറ്റർ. പിന്നെ സ്റ്റേറ്റ് ഞാനിവിടെ കേരള എന്ന് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അനിൽ എന്നുള്ളത് വന്നിട്ടുണ്ട്. അവിടെ എത്ര രൂപയായിരുന്നു? 8,000 ആയിരുന്നു പറഞ്ഞിരുന്നത്. 8,000 ഇവിടെ എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഏത് അക്കൗണ്ട് ആയിരുന്നു? സെയിൽസ് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആകുന്നത് അല്ലെ? സെയിൽസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് സെയിൽസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് Alt+C പ്രസ് ചെയ്യാം. ഇവിടെ സെയിൽസ് എന്ന് കിട്ടും. അത് ഏതിന്റെ ഗ്രൂപ്പിന്റെ കീഴിലാണ്? സെയിൽസ് അക്കൗണ്ടിന്റെ കീഴിലാണ്. സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. ബാക്കിയുള്ള ഫീൽഡ്സ് ആവശ്യമെങ്കിൽ കൊടുക്കുക. സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഡെബിറ്റ് ലെഡ്ജറിന്റെ സ്ഥലത്ത് അനിലിനും ക്രെഡിറ്റ് ലെഡ്ജറിന്റെ സ്ഥലത്ത് സെയിൽസ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നരേഷൻ ആവശ്യമെങ്കിൽ കൊടുക്കാം. സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതാണ് ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് അല്ലെ? അപ്പൊ അതിൻ്റെ അകത്തേക്ക് ഏതാണ്? കോൺട്രാ വൗച്ചർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്യാഷ് ഡിപ്പോസിറ്റഡ് ടു SBI അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പൊ നമുക്കറിയാം നമ്മൾ ഏതോ വൗച്ചർ ആണ് യൂസ് ചെയ്യേണ്ടത്? കോൺട്രാ വൗച്ചർ ആണ് യൂസ് ചെയ്യേണ്ടത്. SBI അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. ക്യാഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാഷ് അക്കൗണ്ട് നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും. SBI എന്നുള്ളത് ഡെബിറ്റ് ലെഡ്ജർ ആയിട്ട് സെലക്ട് ചെയ്യുക. ക്യാഷ് ക്രെഡിറ്റ്. ഓക്കെ, നമുക്ക് അത് എൻ്റർ ചെയ്യാം. സെയിൽസ് അല്ല, നമ്മൾ ഏത് വേണം സെലക്ട് ചെയ്യാനായിട്ട്? കോൺട്രാ വൗച്ചർ വേണം സെലക്ട് ചെയ്യാനായിട്ട്. കോൺട്രാ വൗച്ചറിൽ നമ്മൾ ആദ്യം ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് എത്ര രൂപയായിരുന്നു? 8,000 ആയിരുന്നു. 8,000 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്തു. നെഗറ്റീവ് ക്യാഷ് ആണ്. അത് ഓപ്പണിംഗ് ബാലൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നെഗറ്റീവ് ക്യാഷ് കാണിക്കുന്നത്. ആ വാണിംഗ് ഇഗ്നോർ ചെയ്യുക. ദെൻ ഡെബിറ്റ് സൈഡിൽ SBI അക്കൗണ്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ. പക്ഷെ നമുക്കത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. Alt+C പ്രസ് ചെയ്തിട്ട് SBI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. SBI അണ്ടർ ബാങ്ക് അക്കൗണ്ട്സ് ആണ്. ബാങ്ക് അക്കൗണ്ട്സ് സെലക്ട് ചെയ്തു. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. മെയിലിംഗ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം SBIയിലേക്ക് നമ്മൾ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്.
ട്രാൻസാക്ഷൻ ടൈപ്പ് ആണ് ചോദിക്കുന്നത്, ക്യാഷ് ആണ്. അതിൻ്റെ ഡിനോമിനേഷൻ ചോദിക്കുന്നുണ്ട്. 1000 × 5 എന്ന് കൊടുക്കുക. 5000. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിനോമിനേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പം SBI അക്കൗണ്ടിലേക്ക് എത്ര വന്നിട്ടുണ്ട്? 5000 വന്നിട്ടുണ്ട്. ദെൻ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് പെയ്ഡ് റെന്റ്. അപ്പം എത്ര രൂപയാണ്? 2500. അപ്പം നമ്മൾ റെന്റ് പേ ചെയ്തു. അത് ഏത് വൗച്ചർ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്? പേയ്മെന്റ് വൗച്ചർ വേണം അത് യൂസ് ചെയ്യാനായിട്ട്. പേയ്മെന്റ് വൗച്ചർ വേണം യൂസ് ചെയ്യാനായിട്ട്. ക്യാഷ് പേയ്മെന്റ് ആയിരുന്നു, അപ്പം ക്യാഷ് അക്കൗണ്ട് യൂസ് ചെയ്യണം. പിന്നെ റെന്റ് അക്കൗണ്ടും യൂസ് ചെയ്യണം. അപ്പം നമുക്കത് എൻ്റർ ചെയ്യാം. 4ാമത്തെ ട്രാൻസാക്ഷൻ. നമ്മൾ പേയ്മെന്റ് വൗച്ചർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെഡ്ജേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അകത്ത് ഇവിടെ ഡെപ്റ്റ് സൈഡ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് റെന്റ് അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ റെന്റ് അക്കൗണ്ട് ഇല്ല. നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാനായിട്ട് Alt+C പ്രസ് ചെയ്യാം. അവിടെ നെയിം ചോദിക്കുന്നുണ്ട്, റെന്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി അത് അണ്ടർ ഏത് അക്കൗണ്ടാണ്? റെന്റ് അക്കൗണ്ട് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്. ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നില്ല. അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ റെന്റ് അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 2500 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്തു. ഇനി അത് അടുത്തത് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് സൈഡ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഏതായിരുന്നു? ക്യാഷ് പേയ്മെന്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ക്യാഷ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് എൻ്റർ ചെയ്തു. നരേഷൻ കൊടുക്കണമെങ്കിൽ നരേഷൻ കൊടുക്കാം. അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്തു. ഇനി അടുത്തത് റിസീവ്ഡ് ക്യാഷ് ഫ്രം അനിൽ. അപ്പോൾ അത് റിസീപ്റ്റ് ആണ്. നമുക്കത് എൻ്റർ ചെയ്യാം. അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടും അനിൽ എന്നുള്ള അക്കൗണ്ടുമാണ്. വൗച്ചർ യൂസ് ചെയ്യേണ്ടത് റിസീപ്റ്റ് എന്നുള്ള വൗച്ചറാണ്. അപ്പം നമുക്ക് അനിൽ എന്നുള്ള അക്കൗണ്ട് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ടും ഉണ്ട്. പുതിയതായിട്ടുള്ള ലെഡ്ജർ ക്രിയേഷൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്താൽ മാത്രം മതി. നമുക്ക് റിസീപ്റ്റ് വൗച്ചർ എടുത്തിട്ട് ഇത് എൻ്റർ ചെയ്യാം. ഇപ്പം പേയ്മെന്റ് വൗച്ചറിലാണ് നിൽക്കുന്നത്. നമുക്ക് റിസീപ്റ്റ് വൗച്ചർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ F6 പ്രസ് ചെയ്യാം. റിസീപ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ക്യാഷും അനിലും അല്ലെ. ആദ്യം ക്രെഡിറ്റ് സൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ അനിൽ സെലക്ട് ചെയ്തു. എമൗണ്ട് എത്രയാണ്? 2000 ആയിരുന്നു. അവിടെ നോക്കിയേക്കാം. അനിൽ 2000 ആണ്. എൻ്റർ ചെയ്തു. ഇനി അടുത്ത ലെഡ്ജർ സെലക്ട് ചെയ്യേണ്ടത് ക്യാഷ് ആണ്. നമുക്കത് ക്യാഷ് സെലക്ട് ചെയ്യാം. ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തു. ഓക്കെ, നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ട്രാൻസാക്ഷനും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് 6ാമത്തെ ട്രാൻസാക്ഷൻ ആണ് പെയ്ഡ് ക്യാഷ് ടു ജോർജ്. നമ്മൾ യൂസ് ചെയ്യേണ്ട വൗച്ചർ പേയ്മെന്റ് വൗച്ചറാണ്. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്യാം. 6ാമത്തെ ട്രാൻസാക്ഷൻ ആണ്. 6ാമത്തേൽ അക്കൗണ്ട്സ് വേണ്ടത് ജോർജും ക്യാഷും ആണ്. പേയ്മെന്റ് വൗച്ചറാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജോർജ് ഡെപ്റ്റർ സൈഡിൽ ജോർജ് സെലക്ട് ചെയ്യുക. ക്രെഡിറ്റ് ലെഡ്ജർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ക്യാഷ് ആണ്. പേയ്മെന്റ് വൗച്ചറാണ്. നമുക്ക് പേയ്മെന്റ് വൗച്ചർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ പേയ്മെന്റ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഫീൽഡ് അല്ലേ, DR എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. ഡെബിറ്റ് ലെഡ്ജർ ആയിട്ട് ജോർജ് സെലക്ട് ചെയ്യുക. എമൗണ്ട് എത്രയാണ്? 4000 ആണ്. ക്രെഡിറ്റ് സൈഡിൽ ഏത് സെലക്ട് ചെയ്യുക? ക്യാഷ് സെലക്ട് ചെയ്യുക. ക്യാഷ് സെലക്ട് ചെയ്തു. ഓക്കെ, എമൗണ്ട് വന്നിട്ടുണ്ട്. നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ നരേഷൻ കൊടുക്കാം. അക്സെപ്റ്റ് ചെയ്യാം. നമ്മളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം ലൂയിസ് ആൻഡ് സൺസ്. അത് നമുക്ക് ഏത് വൗച്ചറിലാണ് എൻ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിരിക്കുന്നത് ഫർണിച്ചറും ലൂയിസ് ആൻഡ് സൺസ് എന്നുള്ള അക്കൗണ്ട്സ് ആണ്. 6000 ആണ് എമൗണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ജേണൽ വൗച്ചറാണ്. അതായത് ഫർണിച്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് വൗച്ചർ വേണം യൂസ് ചെയ്യാൻ? ജേണൽ വൗച്ചർ വേണം
യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് ഫർണിച്ചർ അക്കൗണ്ട് ഇല്ല, ലൂയിസ് ആൻഡ് സൺസ് എന്നുള്ള അക്കൗണ്ട് നമ്മുടെ കയ്യിലില്ല. അതേപോലെ അതുകൊണ്ട് തന്നെ നമുക്കത് രണ്ടും ആദ്യമേ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ ജേണൽ വൗച്ചറാണ് യൂസ് ചെയ്യേണ്ടത്. ജേണൽ വൗച്ചർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള അക്കൗണ്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെപ്റ്റർ അക്കൗണ്ട് ആയിട്ട് വരുന്നത് ഫർണിച്ചർ ആണ്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് Alt+C പ്രസ് ചെയ്യാം. ഇവിടെ ഫർണിച്ചർ അക്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അത് ഏതുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്? അത് ലിങ്ക് ചെയ്യേണ്ടത് ഫിക്സഡ് അസറ്റുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്. ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എമൗണ്ട് എത്രയായിരുന്നു? 6000 ആയിരുന്നു. എമൗണ്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ക്രെഡിറ്റ് അക്കൗണ്ട് ആണ്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. Alt+C വെച്ചിട്ട് ലൂയിസ് ആൻഡ് സൺസ്. അതേതാണ്? സൺട്രി ക്രെഡിറ്റർ ആണ്. സെലക്ട് ചെയ്തു. ഓക്കെ, എമൗണ്ട് 6000. നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ആ എൻട്രി. ഇനി അടുത്തത് എന്ന് പറയുന്നത് റിട്ടേൺഡ് ഗുഡ്സ് ടു ജോർജ്. അപ്പം ഏതാണ്? പർച്ചേസ് റിട്ടേൺ ആണ്. നമുക്ക് നോക്കാം. റിട്ടേൺ ഗുഡ്സ് എന്ന് പറയുമ്പം ഡെബിറ്റ് നോട്ട് വൗച്ചറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ജോർജ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ക്രിയേറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് റിട്ടേൺ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഡെബിറ്റ് നോട്ടിൽ എൻ്റർ ചെയ്യാം. ഇവിടെ ഡെബിറ്റ് നോട്ട് ഉണ്ട്. Ctrl F9 എന്നുള്ള കീ പ്രസ് ചെയ്യുക, ഡെബിറ്റ് നോട്ട് കിട്ടും. ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ ഇൻവോയ്സ് നമ്പർ കൊടുക്കുക. ഡെബിറ്റ് സൈഡിൽ നമുക്ക് ജോർജ് സെലക്ട് ചെയ്യാം. എമൗണ്ട് എത്രയാണ്? 4000 ആണ്. അടുത്തത് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് പർച്ചേസ് റിട്ടേൺ വേണം എൻ്റർ ചെയ്യാനായിട്ട്. പർച്ചേസ് റിട്ടേൺ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് Alt+C പ്രസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് റിട്ടേൺ എന്നുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് പർച്ചേസ് അക്കൗണ്ടുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്. പർച്ചേസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നരേഷൻ ഉണ്ടെങ്കിൽ നരേഷൻ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ അനിൽ ആണ്. അതായത് സെയിൽസ് റിട്ടേൺ ആണ്. അപ്പം നമുക്ക് നോക്കാം. സെയിൽസ് റിട്ടേൺ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ക്രെഡിറ്റ് നോട്ടിലാണ്. സെയിൽസ് റിട്ടേൺ എന്നുള്ള വൗച്ചർ വേണം. അനിൽ എന്നുള്ള വൗച്ചർ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഡെബിറ്റ് നോട്ടിലാണ്. നമ്മൾ ക്രെഡിറ്റ് നോട്ട് സെലക്ട് ചെയ്തു. ഇൻവോയ്സ് നമ്പർ അറിയാമെങ്കിൽ കൊടുക്കുക. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഏതാണ്? അനിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അനിൽ സെലക്ട് ചെയ്തു. എമൗണ്ട് എത്രയാണ്? 3000 ആണ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ സെയിൽസ് റിട്ടേൺ ആണ് വേണ്ടത്. സെയിൽസ് റിട്ടേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സെയിൽസ് റിട്ടേൺ അത് ക്രിയേറ്റ് ചെയ്യാം. സെയിൽസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്തു. അത് സെയിൽസ് എന്നുള്ള അക്കൗണ്ടുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്. അക്സെപ്റ്റ് ചെയ്യും. അപ്പം സെയിൽസ് റിട്ടേൺ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നരേഷനും കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യാം. ഇനി തൊട്ടടുത്ത എൻട്രി ലാസ്റ്റ് കമ്മീഷൻ റിസീവ്ഡ് അല്ലേ? കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ളതാണ്. എത്ര രൂപയാണ്? 2000 രൂപയാണ്. അപ്പോൾ ഇവിടെ കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ളതിൽ ക്യാഷ്, കമ്മീഷൻ രണ്ട് അക്കൗണ്ട്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. റിസീപ്റ്റ് വൗച്ചറിലാണത് എൻ്റർ ചെയ്യേണ്ടത്. നമുക്ക് റിസീപ്റ്റ് വൗച്ചർ എടുക്കാം. റിസീപ്റ്റ് വൗച്ചറിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്യാം. കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ള അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് ക്രിയേറ്റ് ചെയ്യാം. കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി ഏതാണ് വരുന്നത്? അതിൻ്റെ അകത്ത് ഇൻഡയറക്റ്റ് ഇൻകം ആണ് കമ്മീഷൻ റിസീവ്ഡ്. അപ്പോൾ അത് ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്തു. എമൗണ്ട് എത്രയാണ്? 2000 ആണ്. അടുത്ത നമ്മളോട് ഡെബിറ്റ് ലെഡ്ജർ ചോദിക്കുകയാണ്. അതേതാണ്? ക്യാഷ് ആണ്. ക്യാഷ് സെലക്ട് ചെയ്തു. 2000. നരേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക,
അക്സെപ്റ്റ് ചെയ്യാം. ഈ രീതിയിലാണ് നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എൻട്രി ചെയ്യുന്ന വിധം. അത്യാവശ്യം എല്ലാ ലെഡ്ജേഴ്സും തന്നെ നമ്മളിതിൽ വൗച്ചേഴ്സും എല്ലാം തന്നെ നമ്മളിതിൽ നോക്കിയായിരുന്നു. ഈ ഒറ്റ പ്രോബ്ലത്തിൽ തന്നെ നോക്കിയായിരുന്നു. ഇനി നമുക്കിത് നമ്മൾ എൻട്രി ചെയ്ത വൗച്ചേഴ്സ് ഒക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയിൽ വരിക. ഡിസ്പ്ലേയിൽ വന്നിട്ട് ഡേ ബുക്ക് എടുക്കുക. ഡേ ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് എല്ലാം കാണാനായിട്ട് പറ്റും. കോൺട്രാ വൗച്ചർ ഉണ്ടായിരുന്നു, 2 പേയ്മെന്റ് വൗച്ചർ, 2 റിസീപ്റ്റ് വൗച്ചർ, ഒരു ജേർണൽ വൗച്ചർ, ഒരു ക്രെഡിറ്റ് നോട്ട്, ഒരു ഡെബിറ്റ് നോട്ട്, പിന്നെ ഒരു സെയിൽസ് വൗച്ചർ, ഒരു പർച്ചേസ് വൗച്ചർ. ഈ രീതിയിലാണ് ട്രാൻസാക്ഷൻസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ടാലിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യവും ഇത് തന്നെയാണ്. ഓക്കെ.